നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ 71.16% പോളിംഗ്. കണക്കിൽ മാറ്റം വരാമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിങ്കളാഴ്ച. EP ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ച ചർച്ചയാകും. രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശം. PV അൻവറിനെതിരെ കേസെടുത്തു. വിവിപാറ്റ് സുപ്രീം കോടതി വിധി പ്രതിപക്ഷത്തിന്റെ മുഖത്തേറ്റ അടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനമൊഴിഞ്ഞ് ഇവാൻ വുക്കോമനോവിച്ച്. വാർത്തകൾ വിശദമായി. കേരളത്തിൽ 71.16% പോളിംഗ്. സംസ്ഥാനത്തെ പോളിംഗിൽ ഇനിയും മാറ്റം വരാമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വീട്ടിലെ വോട്ടും പോസ്റ്റൽ വോട്ടും ചേർക്കാതെയാണ് ഈ കണക്ക്. തപാൽ വോട്ടുകൾ ചേർക്കുമ്പോൾ പോളിംഗ് 72% പിന്നിട്ടേക്കാം. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 77.84% പോളിംഗ്. 30 വർഷത്തിനിടയിലുള്ള റെക്കോർഡ് പോളിംഗ് ആയിരുന്നു അന്ന്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോവിഡ് പ്രതിസന്ധിക്കിടയിലും പോളിംഗ് 74.06% കനത്ത ചൂട് കാരണം വോട്ടർമാർ ബൂത്തുകളിൽ എത്താത്തതും മണിക്കൂറുകളുടെ കാത്തിരിപ്പ് കാരണമുള്ള മടങ്ങിപ്പോക്കും വോട്ടിംഗ് ശതമാനം കുറയാൻ കാരണമായിട്ടുണ്ടെന്നാണ് പൊതുവിലയിരുത്തൽ. വോട്ടിംഗ് മെഷീനിലെ തകരാറും ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവ് കാരണമുള്ള കാലതാമസവും പലയിടത്തും രാത്രി ഏറെ വൈകിയും വോട്ടെടുപ്പ് നീളാനിടയാക്കി. തിരുവനന്തപുരം, വടകര മണ്ഡലങ്ങളിലെ ഒട്ടേറെ ബൂത്തുകളിൽ വോട്ട് ചെയ്യാൻ പതിവിൽ കൂടുതൽ സമയമെടുത്തെന്ന് പരാതിയുമുണ്ട്. മുതിർന്ന CPM നേതാവ് EP ജയരാജനുമായി മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള എല്ലാ കോൺഗ്രസ് MPമാരുമായി ചർച്ച നടത്തിയിരുന്നതായി കേരളത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവദേക്കർ. കോൺഗ്രസ് മാത്രമല്ല CPM, CPI നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ജാവദേക്കറിന്റെ വെളിപ്പെടുത്തൽ. രാഷ്ട്രീയ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകളിൽ എന്താണ് തെറ്റെന്ന് ജാവദേക്കർ ചോദിച്ചു. EP ജയരാജനുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ എല്ലാ വിഷയങ്ങളും അവസാനിച്ചെന്നും ജാവദേക്കർ വ്യക്തമാക്കി. തന്റെ സാന്നിധ്യത്തിൽ പ്രകാശ് ജാവദേക്കർ EP ജയരാജനെ കണ്ടുവെന്നായിരുന്നു ദല്ലാൾ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ. തൃശൂരിൽ ഇടതുമുന്നണി സഹായിച്ചാൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന് ജാവദേക്കർ EPയോട് പറഞ്ഞു. പകരം SNC ലാവ്ലിൻ കേസ്, സ്വർണ്ണക്കടത്ത് കേസ് എന്നിവ സെറ്റിൽ ചെയ്തു തരാമെന്ന് ഉറപ്പുകൊടുത്തുവെന്നും എന്നാൽ EP സമ്മതിച്ചില്ലെന്നുമെന്നായിരുന്നു ദല്ലാളിന്റെ വെളിപ്പെടുത്തൽ. എന്നാൽ BJPയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് EPയുമായി ചർച്ച ചെയ്തുവെന്നാണ് BJP നേതാക്കൾ പ്രതികരിച്ചത്. വിവാദമായതോടെ തന്നെ മകന്റെ വീട്ടിൽ വന്ന് ജാവദേക്കർ കണ്ടിരുന്നുവെന്ന് EP ജയരാജനും സമ്മതിച്ചു. മകന്റെ കുട്ടിയുടെ പിറന്നാൾ ദിവസമാണ് വന്നു കണ്ടത്. ഇതുവഴി പോയപ്പോൾ കയറി എന്നായിരുന്നു പറഞ്ഞത്. രാഷ്ട്രീയം സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് താൻ അവരെ അറിയിച്ചുവെന്നുമാണ് EPയുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ നടന്ന ഈ തുറന്നുപറച്ചിൽ വലിയ ചർച്ചയായിരുന്നു. പിന്നാലെ ഏതെങ്കിലും നേതാവിനെ കാണുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ലെന്ന് പറഞ്ഞ് EP ജയരാജനെ അക്കാര്യത്തിൽ പിന്തുണച്ച മുഖ്യമന്ത്രി പക്ഷേ ദല്ലാൾ ബന്ധത്തിനെതിരെ കണക്കിന് പ്രഹരിച്ചു. വിഷയം CPM കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്യും. EPക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിങ്കളാഴ്ച യോഗം ചേരും. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനൊപ്പം പോളിംഗ് ദിനത്തിൽ വലിയ തോതിൽ ചർച്ചയായ BJPയുടെ കേരളത്തിലെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കർ EP ജയരാജൻ കൂടിക്കാഴ്ചയും യോഗത്തിൽ ഉയരും. EP ജയരാജൻ BJPയുമായി ചർച്ച നടത്തിയെന്ന വെളിപ്പെടുത്തൽ തെരഞ്ഞെടുപ്പ് ദിവസം CPMനെ വൻ പ്രതിരോധത്തിലാക്കിയതിന് പിന്നാലെ പാർട്ടിക്കുള്ളിൽ നടപടി ആവശ്യം ഉയർന്നതായാണ് വിവരം. കേരളത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന LDF കൺവീനർ EP ജയരാജന്റെ വെളിപ്പെടുത്തലിന്റെ ഞെട്ടലിലാണ് CPM. പോളിംഗ് ദിനത്തിലെ തുറന്നുപറച്ചിൽ വഴി പാർട്ടിയെ കടുത്ത വെട്ടിലാക്കിയെന്നാണ് EPക്കെതിരായ നേതാക്കളുടെ പൊതുനിലപാട്. മുഖ്യമന്ത്രിയുടെ പരസ്യമായ തള്ളിപ്പറയലിനപ്പുറം നടപടി വേണമെന്ന അഭിപ്രായവും പാർട്ടിയിൽ ശക്തമാണ്. ഇനിയും വെളിപ്പെടുത്തലുകളും തെളിവുകളും പുറത്തുവരുമെന്ന ആശങ്കയും CPMനുണ്ട്. തിരുവനന്തപുരത്തുള്ള മകന്റെ ഫ്ളാറ്റിലെത്തി BJP നേതാവ് പ്രകാശ് ജാവദേക്കർ തന്നെ കണ്ടുവെന്ന് EP തന്നെ വെളിപ്പെടുത്തിയത് ഞെട്ടലോടെയാണ് CPM നേതൃത്വം കേട്ടത്. വീട്ടിൽ വന്നവരോട് ഇറങ്ങിപ്പോകാൻ പറയുക എങ്ങനെയാണെന്നും രാഷ്ട്രീയം ചർച്ചയായില്ലെന്നും EP വ്യക്തമാക്കി. നേരത്തെ സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ട ദേശാഭിമാനി ബോണ്ട് വിവാദം, വിവാദ വ്യവസായിയുമായുള്ള ദേശാഭിമാനി ഭൂമി ഇടപാട്, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ ബന്ധു നിയമനം തുടങ്ങിയ വിഷയങ്ങളിൽ EP ജയരാജനെതിരെ പാർട്ടി സംസ്ഥാന നേതൃത്വം അച്ചടക്ക നടപടി എടുത്തിരുന്നു. അതുകൂടി ഓർമ്മിപ്പിച്ചാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇതേ നിലപാട് തന്നെയാണ് പറഞ്ഞത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ PV അൻവർ MLAക്കെതിരെ കേസ്. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന പരാമർശത്തിന് എതിരെയാണ് നടപടി. മണ്ണാർക്കാട് കോടതി നിർദ്ദേശപ്രകാരം
പാലക്കാട് നാട്ടുകൽ പോലീസാണ് കേസെടുത്തത്. ഹൈക്കോടതി അഭിഭാഷകൻ ബൈജു നോയൽ നൽകിയ സ്വകാര്യ ഹർജിയിലാണ് കോടതി നാട്ടുകൽ പോലീസിന് നിർദ്ദേശം നൽകിയത്. പാലക്കാട് എടത്തനാട്ടുകരയിൽ നടന്ന LDF പ്രചാരണ യോഗത്തിലാണ് അൻവർ അധിക്ഷേപ പരാമർശം നടത്തിയത്. പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന പേര് കൂട്ടി ഉച്ചരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ആളായി രാഹുൽ മാറിയെന്നായിരുന്നു അൻവർ പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര സർക്കാർ ഇതുവരെ ജയിലിൽ ആക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച് രാഹുൽ നടത്തിയ പ്രസംഗത്തിന് മറുപടിയായാണ് അൻവർ അധിക്ഷേപ പ്രസംഗം നടത്തിയത്. ഹൈക്കോടതി അഭിഭാഷകൻ ബൈജു നോയൽ നൽകിയ സ്വകാര്യ ഹർജിയിലാണ് മണ്ണാർക്കാട് കോടതി നാട്ടുകൽ പോലീസിന് ഇന്നലെ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണുന്നതിനൊപ്പം വിവിപാറ്റുകളിലെ സ്ലിപ്പുകളും മുഴുവൻ ഒത്തുനോക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി തള്ളിയത് പ്രതിപക്ഷത്തിന്റെ മുഖത്തേറ്റ കനത്ത അടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിപക്ഷം രാജ്യത്തോട് മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബീഹാറിലെ അരാരിയയിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യത്തെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയെയും പുകഴ്ത്തുമ്പോൾ പ്രതിപക്ഷം അവരുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി അതിനെ അപകീർത്തിപ്പെടുത്തുകയാണെന്നും മോദി വിമർശിച്ചു. പട്ടികജാതി, പട്ടികവർഗ, മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ കോൺഗ്രസ് ഗൂഢാലോചന നടത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടായിരുന്നു ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഹർജികൾ തള്ളിയത്. 2 നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. വോട്ടിംഗ് മെഷീനിൽ ചിഹ്നം ലോഡ് ചെയ്യൽ പ്രക്രിയ പൂർത്തിയാക്കിയ ശേഷം സിംബൽ ലോഡിംഗ് യൂണിറ്റ് സീൽ ചെയ്യണം എന്നതാണ് ഒരു നിർദ്ദേശം. ഫലപ്രഖ്യാപനത്തിനു ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തോടൊപ്പം സിംബൽ ലോഡിംഗ് യൂണിറ്റും 45 ദിവസത്തേക്ക് സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഫലപ്രഖ്യാപനത്തിനു ശേഷം 5% ബാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, വിവിപാറ്റ് യൂണിറ്റ് എന്നിവയിലെ മൈക്രോ കൺട്രോളർ യൂണിറ്റ്, ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം എഞ്ചിനീയർമാരെ കൊണ്ട് പരിശോധിപ്പിക്കാൻ സ്ഥാനാർത്ഥികൾക്ക് അവസരം നൽകണം. തെരഞ്ഞെടുപ്പിൽ 2-3 സ്ഥാനങ്ങളിൽ എത്തുന്ന സ്ഥാനാർത്ഥികൾ എഴുതി നൽകിയാലാണ് ഈ പരിശോധന നടത്തേണ്ടത്. ഫലപ്രഖ്യാപനം നടന്ന 7 ദിവസത്തിനുള്ളിലാണ് പരിശോധന ആവശ്യപ്പെട്ട് കത്ത് നൽകേണ്ടത്. എന്നാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ ക്രമക്കേട് കണ്ടെത്തിയാൽ ഈ തുക കമ്മീഷൻ തിരികെ നൽകണം. തിരഞ്ഞെടുപ്പ് സംവിധാനം ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചുപോകണമെന്ന ആവശ്യം കോടതി തള്ളിയിരുന്നു. മണിപ്പൂരിലെ ബിഷ്ണുപൂർ ജില്ലയിലെ നരൻസേന മേഖലയിലുണ്ടായ ഭീകരാക്രമണത്തിൽ 2 CRPF ജവാന്മാർ വീരമൃത്യു വരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. നരൻസേന ഗ്രാമത്തിലെ ഒരു കുന്നിൻ മുകളിൽ നിന്നും താഴ്വരയിലേക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കേന്ദ്രം ലക്ഷ്യമിട്ട് ഒരു സംഘം ഭീകരർ വെടിയുതിർക്കുകയായിരുന്നെന്നാണ് വിവരം. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കെത്തിയ CRPF ജവാന്മാരാണ് ആക്രമണത്തിന് ഇരയായത്. പ്രശ്നബാധിത പ്രദേശത്താണ് ഇവരെ വിന്യസിച്ചിരുന്നത്. സബ് ഇൻസ്പെക്ടർ N സർക്കർ, ഹെഡ് കോൺസ്റ്റബിൾ അരൂപ് സൈനി എന്നിവരാണ് മരിച്ചത്. CRPF 128 ബറ്റാലിയൻ പെടുന്നവരാണ് 2 പേരും. ഇൻസ്പെക്ടർ ജാദവ് ദാസ്, കോൺസ്റ്റബിൾ അഫ്താബ് ദാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്നലെ അർദ്ധരാത്രി മുതൽ പുലർച്ചെ 2:15 വരെ ആക്രമണമുണ്ടായിരുന്നുവെന്നാണ് വിവരം. ആക്രമണം നടക്കവേ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പിന്നാലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ക്യാമ്പിലുണ്ടായിരുന്നു. ഭീകരരെ പിടികൂടാനായി വ്യാപക ശ്രമങ്ങൾ നടക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു. 2023 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ മെയ്തേയ് കുക്കി സായുധ സംഘങ്ങൾ തമ്മിൽ കനത്ത വെടിവയ്പ്പുകൾ പൊട്ടിപ്പുറപ്പെട്ട പ്രദേശമാണ് നരൻസേന. മണിപ്പൂരിൽ കഴിഞ്ഞ വർഷം മെയ് മാസത്തിലായിരുന്നു കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. 1 വർഷം തികയുന്നതിന് തൊട്ടു മുമ്പാണ് സുരക്ഷാ സൈന്യത്തിന് നേരെ ആക്രമണം. വെടിവെപ്പും ബോംബേറും നടത്തിയെന്നാണ് വിവരം. ആക്രമണം നടത്തിയ തീവ്രവാദികൾക്ക് വേണ്ടി വ്യാപക തിരച്ചിൽ തുടങ്ങിയെന്ന് CRPF വൃത്തങ്ങൾ പറഞ്ഞു. റഫേൽ ബോംബാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പലസ്തീൻ യുവതി മരണത്തിന് മുൻപ് ജന്മം നൽകിയ പെൺകുഞ്ഞും വിടവാങ്ങി. സബ്രീൻ അൽ റൂഹ് എന്നാണ് കുഞ്ഞിന് പേരിട്ടിരുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി റഫേലിലെ വീട്ടിൽ ഇസ്രായേൽ ബോംബിട്ടതിനെ തുടർന്നാണ് ഗർഭിണിയായ സബ്രീന് ഗുരുതരമായി പരിക്കേറ്റത്. ആശുപത്രിയിലെത്തിച്ച് സബ്രീന്റെ ഗർഭസ്ഥ ശിശുവിനെ രക്ഷിക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞത് വാർത്തയായിരുന്നു. സബ്രീന്റെ 3 വയസ്സുള്ള മകൾ മലാക്കും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. മാസം തികയാതെ പിറന്ന റൂഹ് വ്യാഴാഴ്ചയാണ് മരിച്ചത്. റഫയുടെ കിഴക്കൻ മേഖലയിൽ ഇസ്രായേൽ ടാങ്കുകൾ കനത്ത ഷെല്ലാക്രമണം തുടരുന്നതിനിടെ വെടിനിർത്തലിനു പുതിയ കരാറുമായി ഇസ്രായേലിലേക്ക് മധ്യസ്ഥരായ ഈജിപ്ത് ഉന്നത സംഘത്തെ അയച്ചു. രാജ്യാന്തര സമ്മർദ്ദം അവഗണിച്ച് റഫയിലേക്ക് ഉടൻ സൈനിക നീക്കമുണ്ടാകുമെന്ന സൂചന ശക്തമാണ്.
ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ 34,356 പേർ കൊല്ലപ്പെട്ടു. 77,368 പേർക്ക് പരിക്കേറ്റു. 300-ലേറെ പലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത് കൂട്ടക്കുഴിമാടങ്ങളിൽ നിന്നുള്ള ഫോറൻസിക് തെളിവുകൾ നശിപ്പിക്കപ്പെടാതെ സംരക്ഷിക്കേണ്ടത് സുപ്രധാനമാണെന്ന് ഐക്യരാഷ്ട്ര സംഘടന മേധാവിയുടെ വക്താവ് പറഞ്ഞു. ബൈഡൻ ഭരണകൂടത്തിന്റെ ഗാസ നയത്തിൽ പ്രതിഷേധിച്ച് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറബിക് വക്താവ് ഹല റഹാരിത്ത് രാജിവെച്ചു. ബന്ദികളെ അടിയന്തരമായി വിട്ടയക്കണമെന്ന 18 രാജ്യങ്ങളുടെ അഭ്യർത്ഥന ഹമാസ് തള്ളി. ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്ന ആവശ്യം ഈ രാജ്യങ്ങൾ പരിഗണിച്ചില്ലെന്നും കുറ്റപ്പെടുത്തി. ഗാസയിലെ ഇസ്രായേൽ ആക്രമണം മൂലമുണ്ടായ കെട്ടിടാവശിഷ്ടങ്ങളും പൊട്ടാത്ത ബോംബുകളും നീക്കം ചെയ്യാൻ കുറഞ്ഞത് 14 വർഷമെടുക്കുമെന്ന് ഐക്യരാഷ്ട്ര സംഘടന ഏജൻസി അറിയിച്ചു. മതേതരത്വമാണ് ഈ നാടിന്റെ പ്രത്യേകതയെന്നും അങ്ങനെയുള്ള നാടിന്റെ സർക്കാരും അപ്രകാരമാകണമെന്നും സീറോ മലബാർ സഭാധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ പ്രസ്താവിച്ചു. മണിപ്പൂർ വിഷയം ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചേക്കാമെന്ന് CBCI പ്രസിഡന്റും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്ത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് ഭരണഘടന നിലനിർത്താൻ വേണ്ടിയെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയും വ്യക്തമാക്കി. സെയിന്റ് ക്ലെയർ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മണിപ്പൂർ വിഷയത്തെ സംബന്ധിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. ഒരുപാട് ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ട് തന്നെ അത് പ്രതിഫലിച്ചേക്കാമെന്നായിരുന്നു മാർ താഴത്തിന്റെ മറുപടി. ലോകത്ത് എന്തു പ്രശ്നമുണ്ടെങ്കിലും ആരൊക്കെ വേദനിച്ചാലും അതിന്റെ വിഷമവും വേദനയും ഭാരതീയർക്കുണ്ടാകും. മണിപ്പൂർ വിഷയങ്ങളിലും അങ്ങനെ തന്നെയാണെന്നും മണിപ്പൂർ സന്ദർശിച്ച ശേഷം അവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് അമിത്ഷാ ഉൾപ്പെടെയുള്ളവരോട് സംസാരിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ ജനാധിപത്യം, മതേതരത്വം എന്നിവ നിലനിൽക്കാനാണ് വോട്ടെന്നും മണിപ്പൂർ വിഷയത്തിൽ നേരത്തെ നിലപാട് വ്യക്തമാക്കിയതാണെന്നും അക്കാര്യത്തിൽ കൂടുതലൊന്നും പറയുന്നില്ലെന്നും വിശ്വാസികൾക്കെല്ലാം അത് മനസ്സിലാക്കുകയും ചെയ്തുവെന്നും ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പറഞ്ഞു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുല്യതയും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന സ്ഥിതി രാജ്യത്തുണ്ടാകണമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും പ്രസ്താവിച്ചു. കാക്കനാട് തെങ്ങോട് ഗവൺമെന്റ് സ്കൂളിലെ 149 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. UAE-യിലും ഒമാനിലും അടുത്തിടെ പെയ്ത ശക്തമായ മഴയ്ക്ക് കാരണം കാലാവസ്ഥാ വ്യതിയാനവും എൽ നിനോ പ്രതിഭാസവുമാണെന്ന് പഠനം. സമുദ്രത്തിലെ ഉപരിതല ജലത്തിന്റെ താപനില കൂട്ടുന്ന എൽ നിനോ പ്രതിഭാസം മഴയുടെ തീവ്രത കൂട്ടിയതായി കാലാവസ്ഥാ വിദഗ്ധരുടെ അന്താരാഷ്ട്ര സംഘം നടത്തിയ പഠനത്തെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എൽ നിനോ പ്രതിഭാസം അറേബ്യൻ ഉപദ്വീപിലെ ഈ മേഖലയിൽ 10 മുതൽ 40% വരെ ശക്തമായതാണ് വേൾഡ് വെതർ ആട്രിബ്യൂഷൻ ഗ്രൂപ്പിലെ ഗവേഷകരുടെ കണ്ടെത്തൽ. ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് മൂലം ആഗോളതാപനം കൂടുന്നതും മഴയുടെ തീവ്രത കൂടിയതിന് കാരണമായി പറയുന്നുണ്ട്. എൽ നിനോ പ്രതിഭാസവും മനുഷ്യന്റെ ഇടപെടൽ കാരണമുള്ള കാലാവസ്ഥ മാറ്റവുമാണ് UAE-യിലെയും ഒമാനിലെയും കനത്ത മഴയ്ക്ക് കാരണമായതെന്ന് ലണ്ടനിലെ ഇംപീരിയൽ കോളേജിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റിലെ കാലാവസ്ഥാ ശാസ്ത്രം സീനിയർ ലെക്ചറർ ഫെഡറിക് ഓട്ടോ പറഞ്ഞു. ഈ കണ്ടെത്തലിൽ അതിശയിക്കാനില്ലെന്നും ചൂടുള്ള അന്തരീക്ഷത്തിന് കൂടുതൽ ഈർപ്പം നിലനിർത്താൻ കഴിയുമെന്ന അടിസ്ഥാന ഭൗതിക ശാസ്ത്ര തത്വത്തോട് യോജിക്കുന്നുണ്ടെന്നും ഗ്രന്ഥം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷക മറിയം സക്കറിയ പറഞ്ഞു. അതേസമയം കനത്ത മഴയെ തുടർന്ന് തടസ്സപ്പെട്ട ദുബായ് വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും സാധാരണ നിലയിലായിട്ടുണ്ട്. ദിവസവും 1400 വിമാനങ്ങൾ എന്ന നിലയിലേക്ക് തിരിച്ചെത്തി. കനത്ത മഴ മൂലം പ്രവർത്തനം തടസ്സപ്പെട്ടതോടെ ആകെ റദ്ദാക്കേണ്ടി വന്നത് 2155 വിമാനങ്ങളാണ്. 1115 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. കനത്ത മഴ മൂലം ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലെ പ്രവർത്തനം തടസ്സപ്പെട്ടതിലും യാത്രക്കാർ നേരിട്ട അസൗകര്യങ്ങളിലും ദുബായ് എയർപോർട്ട് CEO പോൾ ഗ്രിഫ്തിസ് ഖേദം പ്രകടിപ്പിച്ചിരുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനമൊഴിഞ്ഞ് ഇവാൻ വുക്കോമനോവിച്ച്. ക്ലബ്ബ് തന്നെയാണ് ഇക്കാര്യം പ്രസ്താവനയിലൂടെ അറിയിച്ചത്. പരസ്പര ധാരണയോടെയാണ് തീരുമാനമെന്നാണ് ക്ലബ്ബ് നൽകുന്ന വിശദീകരണം. 2021-ൽ ക്ലബിനൊപ്പം ചേർന്ന ഇവാൻ വുക്കോമനോവിച്ച് ക്ലബിനായി ചരിത്ര നേട്ടങ്ങൾ കൈവരിച്ച ശേഷമാണ് പടിയിറങ്ങുന്നത്. തുടർച്ചയായി 3 തവണ ടീമിനെ പ്ലേ ഓഫിലെത്തിച്ച ഇവാന് ആദ്യ സീസണിൽ തന്നെ ടീമിനെ ഫൈനലിൽ എത്തിക്കുവാനും സാധിച്ചു. 2021-22 സീസണിൽ ക്ലബിന്റെ ചരിത്രത്തിൽ ഒരു സീസണിലെ ഉയർന്ന പോയിന്റ്, ഏറ്റവും കൂടുതൽ ഗോളുകൾ എന്നീ നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും അദ്ദേഹത്തിന് കീഴിൽ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു. 2025 മെയ് വരെ ഇവാന് ബ്ലാസ്റ്റേഴ്സുമായി കരാറുണ്ടായിരുന്നു. 2021 ജൂണിലാണ് ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഇവാൻ ചേരുന്നത്. 2024 സീസണിൽ ബ്ലാസ്റ്റേഴ്സ് സെമി കാണാതെ പുറത്തായതോടെയാണ് 46 വയസ്സുകാരനായ സെർബിയൻ കോച്ചിന്റെ മടക്കം.
സീസണിന്റെ പകുതി വരെ പോയിന്റ് പട്ടികയിലെ 1-ാം സ്ഥാനക്കാരായിരുന്ന ബ്ലാസ്റ്റേഴ്സ് രണ്ടാം പകുതിയിൽ നോക്കൌട്ടിലേക്ക് കഷ്ടിച്ച് കടന്നുകൂടുകയായിരുന്നു. നോക്കൌട്ട് പോരാട്ടത്തിൽ ഒഡീഷ FC-യോട് 2-1 തോറ്റ് ടീം പുറത്തായി. സൂപ്പർ താരം ആൻഡ്രിയൻ ലൂണ ഉൾപ്പെടെ പരിക്കേറ്റ് പുറത്തായതോടെയാണ് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയുണ്ടായത്. 2024-ൽ 17 മത്സരങ്ങളിൽ 7 വിജയവും 8 തോൽവിയും 2 സമനിലയുമായാണ് ബ്ലാസ്റ്റേഴ്സ് സീസൺ അവസാനിപ്പിച്ചത്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.